ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലേണിംഗ് തിയറീസിനെ കുറിച്ചാണ്. നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ സൈക്കോളജി പാർട്ടിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണമുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് അതിന് താഴെ വന്നൊരു കമന്റ് ആയിരുന്നു ലേണിംഗ് തിയറീസിന്റെ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഫൈനൽ സമയത്ത് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നത് പോലുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണെന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പഠിച്ചവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇനി പഠിക്കാൻ ചിലപ്പോൾ ലേണിംഗ് തിയറീസ് ഒക്കെ നമ്മൾ BEdൽ പഠിച്ചതല്ലേ, അപ്പോൾ ഇതിന് പഠിക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും. ആൻഡ് പഠിക്കാത്തവർക്ക് അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വെച്ച് തന്നെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് അല്ലെ. തിയറീസ് ഓഫ് ഇന്റലിജൻസ് ലേണിംഗ് തിയറീസ് വരും കേട്ടോ, ലേണിംഗ് തിയറീസ് വരും. പക്ഷെ അതിന് മുൻപ് തിയറീസ് ഓഫ് ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പഠിക്കണം, കാരണം എക്സാമിനൊക്കെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിറ്ററി അപ്രോച്ച്, 2 ഫാക്ടർ തിയറി, മൾട്ടി ഫാക്ടർ തിയറി, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, ഇതെല്ലാം നമ്മളൊന്ന് പഠിച്ചു വെക്കണം. കാരണം പല തവണയായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ മനസ്സിലാവും, പല തവണയായിട്ട് പല രീതിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയത്. അപ്പൊ നോക്കിക്കേ, ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ഇന്റലിജൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ തിയറീസ് ഓഫ് ഇന്റലിജൻസ് നമ്മൾ ആക്ച്വലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ലേണിംഗ് തിയറീസ് ആണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഉള്ളൊരു ഭാഗം എടുത്തെന്ന് വെച്ചാൽ ഇന്റലിജൻസ് അല്ലേ, കാരണം ഇത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പല രീതിയിൽ ചോദിച്ചൊരു ഭാഗമാണ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും, അസേർഷൻ റീസൺ ആയിട്ടും, അങ്ങനെ പല രീതിയിൽ പല തവണ ചോദിച്ചൊരു ഏരിയ ആണ് നമ്മുടെ തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓരോ തിയറീസ് ഓഫ് ഇന്റലിജൻസിന്റെയും പ്രൊപ്പോണൻസ് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയണം. അതെന്താ ഓരോന്നും ഓരോ തിയറീസിലും എന്തൊക്കെയാണ് പറയുന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയണം. പക്ഷെ ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നമുക്ക് ലേണിംഗ് തിയറീസ് കൂടുതലായിട്ട് നോക്കാം. പക്ഷെ ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. യൂണിറ്ററി അപ്രോച്ച് എന്ന് പറയുന്നത് ആരുടെയാണ്? നമ്മുടെ ഫാദർ ഓഫ് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് ബിനെറ്റിന്റെയാണ് യൂണിറ്ററി അപ്രോച്ച് അല്ലെ. ജനറൽ ഫാക്ടർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു തിയറിയാണ് ഏതെന്ന് പറയുന്നത്, യൂണിറ്ററി അപ്രോച്ച് ബൈ ആൽഫ്രഡ് ബിനെറ്റ്. രണ്ടാമത്തെ 2 ഫാക്ടർ തിയറിയാണ് അല്ലെ. 2 ഫാക്ടർ തിയറി, ഒരു ഫാക്ടർ മാത്രമല്ല ഉള്ളത്, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ സ്പിയർമാൻ എന്ന് പറയുന്നത് അല്ലെ. സ്പിയർമാൻ എന്ന് പറയുന്നത് അതാണ് 2 ഫാക്ടർ തിയറി. അടുത്തത് മൾട്ടി ഫാക്ടർ തിയറിയാണ്. മൾട്ടി ഫാക്ടർ തിയറി ആരുടെയാ? തോൺടേക്കിന്റെയാണ്. മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തോൺടേക്കിന്റെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് രണ്ടുമായിരിക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്, കാരണം തോൺടേക്കും ഉണ്ട്, തേഴ്സ്റ്റണും ഉണ്ട് അല്ലെ. അപ്പൊ തോൺടേക്ക് എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടർ തിയറിയും, തേഴ്സ്റ്റന്റെ തിയറിയാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. തേഴ്സ്റ്റന്റെ തിയറിയാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. അടുത്ത സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, SOI തിയറി അല്ലെ. 3 ഡയമെൻഷൻസ് ആയിട്ട് നമ്മുടെ കണ്ടന്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നതാണ്. അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കുക. ഗിൽഫോർഡിന്റെ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അല്ലെ. സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ബൈ ഗിൽഫോർഡ്. അപ്പൊ ഇത് ആദ്യം ഒന്ന് പഠിച്ചു വെക്കാം. ഇതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ തന്നത്, കാരണം ഇത് ആദ്യം തൊട്ട് ഇനി പഠിക്കാനുള്ള ഒരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് നമ്മുടെ തിയറി, നമുക്ക് ഏതൊക്കെയാണ് തിയറി പഠിക്കാനുള്ള? മീനിങ് ഫുൾ ലേണിംഗ് തിയറി, ആ തിയറിന്റെ മറ്റൊരു പേരാണ് സബ്സംഷൻ തിയറി. ജസ്റ്റ് റിവൈസ് ചെയ്യാനായിരുന്നു കേട്ടോ. മീനിങ് ഫുൾ ലേണിംഗ് തിയറി ഓർ സബ്സംഷൻ തിയറി. അപ്പൊ ചിലപ്പോൾ എക്സാമിന് സബ്സംഷൻ തിയറി എന്നായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ എക്സാമിന് മീനിങ് ഫുൾ ലേണിംഗ് തിയറി എന്നായിരിക്കും തരുന്നത്. രണ്ട് വന്നാലും കൺഫ്യൂഷൻ ആവരുത്. അത് ആരുടെയാണ്, ഏത് തിയറിസ്റ്റിയാണ് ആ ഒരു തിയറി എന്ന് പറയുന്നത്? ഡേവിഡ് പി ഓസ്ബെലിന്റെ ആണ്. സോ ഡേവിഡ് പി ഓസ്ബെൽ എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്വാൻസ് ഓർഗനൈസർ എന്നുള്ളൊരു കാര്യമൊക്കെ ഓർമ്മ വരണം അല്ലെ. മീനിങ് ഫുൾ ലേണിംഗ് തിയറി, സബ്സംഷൻ തിയറി എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരണം? ഡേവിഡ് പി ഓസ്ബെലിനെ ഓർമ്മ വരണം. അഡ്വാൻസ് ഓർഗനൈസർ എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മ വരണം. അടുത്തത് സോഷ്യൽ ലേണിംഗ് തിയറി, സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി ഓർ മോഡലിംഗ് തിയറി. ഇതെല്ലാം ആരുടെയാ? നമ്മുടെ ആൽബർട്ട് ബന്ദൂരന്റെയാണ്. അപ്പൊ ആൽബർട്ട് ബന്ദൂര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ, നമ്മുടെ ബോബോഡോൾ എക്സ്പെരിമെന്റ് ആണ് അല്ലെ. ബോബോഡോൾ എക്സ്പെരിമെന്റ് ആണ്. ആ ഒരു ബോബോഡോളിനെ വെച്ച് ചെയ്ത എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ആദ്യം കുറച്ച് കുട്ടികൾ പോയി ആ ഒരു ബോബോഡോളിനെ നോക്കി, പിന്നെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. ആ വീഡിയോയിൽ ഫുൾ ഇങ്ങനെ ഇടിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നീട് അവരെന്ത് ചെയ്യുന്നു? ആ കണ്ട കാര്യത്തെ അവരവിടെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്താ ചെയ്തത്? അവിടെ കാണുന്നു, അടിക്കുന്നതൊക്കെ കാണുന്നു. അപ്പൊ ഇവരിവിടെ വന്നിട്ട് ആ ബോബോഡോളിനെ അതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതാണ് ബോബോഡോൾ എക്സ്പെരിമെന്റിന്റെ ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആൽബർട്ട് ബന്ദൂരന്റെ. അപ്പൊ ആ തിയറിയൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷെ അതിന്റെ പേരുകൾ ശ്രദ്ധിക്കുക. കാരണം പലതവണ പല പേരുകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു പേര് ഇത് മാത്രം ഉണ്ടാവുള്ളൂ, സോഷ്യൽ ലേണിംഗ് തിയറി മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ അതിന് പകരം ചിലപ്പോൾ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വൈഗോട്സ്കിന്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി ഒക്കെ ആയിരിക്കും. പക്ഷെ അതാണോ? അല്ല. അപ്പൊ ചിലപ്പോൾ ഓപ്ഷനിൽ വൈഗോട്സ്കി ഉണ്ടാവും, നമ്മുടെ ഡേവിഡ് പ്യൂസബിൾ ഉണ്ടാവും, ആൽബർട്ട് ബന്ദൂർ ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷനാവും. അപ്പൊ പഠിച്ചു വെക്കുക, സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നതും സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നതും ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നതും മോഡലിംഗ് തിയറി എന്ന് പറയുന്നതും സെയിം ആണ് എന്ന കാര്യം പഠിച്ചു വെക്കാം. അടുത്തത് നമ്മുടെ എറിക് എറിക്സന്റെ തിയറിയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി, അല്ലെ? സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. അതിൽ മറ്റേ ക്രൈസിസ് ഒക്കെ ഉണ്ട്, അല്ലെ? ക്രൈസിസ് ഉണ്ട് എന്ന കാര്യമൊക്കെ പഠിക്കുക. അതിൽ എന്താണ് നമ്മുടെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഠിക്കണം. അതൊരു ബോക്സ് ആയിട്ട് പഠിക്കുക. അതായത് ഒരു ടേബിൾ ആയിട്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ആദ്യം നമ്മുടെ എല്ലാ സ്റ്റേജസും, പിന്നെ അത് എത്ര വയസ്സിലുള്ള ആൾക്കാരാണ് അത് ഓരോ സ്റ്റേജിലും പെടുന്നത് എന്നുള്ളൊരു കാര്യം, അവിടെ ഡെവലപ്പ് ആവുന്ന വെർച്യു എന്താണെന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. അത് പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന വെർച്യു എന്താണ്? അത് ലവ് ആണ്, അല്ലേ? പിന്നെ ഫസ്റ്റ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ളൊരു സ്റ്റേജിൽ ഉണ്ടാവുന്ന വെർച്യു എന്താണ്? അത് ഹോപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ വെർച്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറിയും സൈക്കോ അനലിറ്റിക് തിയറിയും ആരുടെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. അത് മാറിപ്പോണ്ട. സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറിയിലാണ് നമ്മുടെ ലിബിഡിനൽ എനർജിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഈറോജിനസ് സോണിനെ കുറിച്ചും ഫിക്സേഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറിയിലാണ്, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. സൈക്കോ അനലിറ്റിക്കൽ തിയറിയും എന്താണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചൊക്കെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് നോക്കി വെക്കണം. ഇനി അടുത്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അതെന്തായാലും അറിയും, ആരുടെയാണ്? IP പാവലോന്റെയാണ്. ഒപ്പറാൻഡ് കണ്ടീഷനിങ് തിയറി ആരുടെയാ? BF സ്കിന്നറുടെയാണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി SR കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ BF സ്കിന്നറുടെ തിയറി എന്താ? RS ആണ്, അല്ലെ? അതായത് ആദ്യം റെസ്പോൺസ് ഉണ്ടാവുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റിമുലസ്, ആ ഒരു രീതിയിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ലേണിംഗ് ഹാപ്പൻസ് ത്രൂ സ്റ്റിമുലസ് റെസ്പോൺസ് റിയാക്ഷൻ എന്നാണ് പറയുന്നെങ്കിൽ, രണ്ടാമത് ആദ്യം അവിടെ റെസ്പോൺസ് ഉണ്ടാവുന്നു. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റേ തല ചൊറിയുന്നതൊക്കെ, അല്ലെ? അത് തല ചൊറിയാൻ അവിടെ പേരുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ വല്ല എന്തെങ്കിലും നമ്മൾ ചുമ്മാ ചൊറിയില്ലേ, അപ്പൊ അത് അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ടായിട്ടാണോ? അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ BF സ്കിന്നറുടെ ഒപ്പറാൻഡ് കണ്ടീഷനിങ് തിയറിയിലാണ്. പിന്നെ ഇതിൽ മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമ്മുടെ പണിഷ്മെന്റിനെ കുറിച്ചും റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചൊക്കെയാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടുണ്ട്. ദെൻ നമ്മുടെ കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി ബൈ ജീൻ പിയാഷെ, ട്രയൽ ആൻഡ് എറർ തിയറി ബൈ എഡ്വാർഡ് തോണ്ടേഗ്, സോഷ്യോ കൾച്ചറൽ തിയറി ഓർ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി ബൈ ലെവ് വൈഗോട്സ്കി. ഈ വൈഗോട്സ്കി ഭയങ്കര ആളാട്ടോ, കാരണം വൈഗോട്സ്കിനെ കുറിച്ച് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പൊ നിങ്ങൾ ആരെ പഠിക്കേണ്ടെന്നല്ല, എല്ലാവരെയും നിങ്ങൾ പഠിക്കണം. പക്ഷെ നമ്മുടെ വൈഗോട്സ്കി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈഗോട്സ്കിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോർഷനാണ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. സോ അത് എന്തായാലും പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ സൈക്കോളജി പാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് തിയറീസിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചവർക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഞാൻ കുറച്ചെണ്ണം പറയാനായിട്ടുണ്ട്. നമ്മുടെ കേർട്ട് ലെവിന്റെ ലൈഫ് സ്പേസ്, ആ ഒരു സംഭവം, ആ ഒരു തിയറി, അതുപോലെ ഹള്ളിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇൻകറക്റ്റ് പെയർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇൻകറക്റ്റ് പെയർ. ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ് തോണ്ടേക്കിന്റെ എന്നാ പറയുന്നത്. ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് ഹള്ളിന്റെ എന്നാ പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പാവ്ലോന്റെ എന്നാ പറയുന്നത്. കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി പിയാഷിന്റെ എന്നാ പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? കാരണം ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ് തോണ്ടേക്കിന്റെയാണ്. നമ്മുടെ മറ്റേ ട്രയൽ ആൻഡ് എറർ തിയറി ഓഫ് ലേണിംഗ് ഏത് വെച്ചിട്ടാണ്? മറ്റേ പൂച്ചന്റെ, അല്ലേ? പൂച്ചന്റെ വെച്ചിട്ടുള്ളതാണ്. അതെന്താ? തോണ്ടേക്കിന്റെയാണ്. അപ്പൊ അത് നിങ്ങൾക്കറിയാം, അത് ഓൾറെഡി ശരിയാണെന്ന് അറിയാം. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പാവ്ലോന്റെയാണ്, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി പിയാഷിന്റെയാണ്. കണ്ടോ, ഞാൻ ഈ ബോക്സ് ഇവിടെ തന്നിക്കുന്നുണ്ടോ? ഈ ഒരു ടേബിള് പഠിച്ചവർക്കാണെങ്കിൽ അത് ഞാൻ അതുകൊണ്ടാണ് തന്നത്. കാരണം പലതവണ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഇതൊക്കെ BEdന് പഠിച്ചതാണ്, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഈ പേര് മാറ്റി തരുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു എക്സാം ഹാളിൽ ഉണ്ടാവുന്ന ടെൻഷൻ കൊണ്ടൊക്കെയാണ് നമുക്ക് പലപ്പോഴും മാറിപ്പോവാ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഏതാണ് സംഭവം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് ആരുടെയാണ്? ഹള്ളിന്റെ അല്ല. ഹള്ളിന്റെ തിയറിന്റെ പേര് ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ്, അല്ലെ? ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ് ഹള്ളിന്റെ തിയറി എന്ന് പറയുന്നത്. ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് കേർട്ട് ലെവിന്റെ ആണ്, അല്ലെ? കേർട്ട് ലെവിൻ ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. അതായത് നമ്മുടെ എന്താ ലൈഫ് സ്പേസ് ഇങ്ങനെയൊക്കെ വരച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുന്നു, ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുന്നു, അപ്പൊ ഇവിടെ ഒരു ഗോൾ ഉണ്ട്, ആ വ്യക്തിക്ക് ഇവിടെ ഒരു ഗോൾ ഉണ്ട്. പക്ഷെ ആ ഗോളിനിടയിലായിട്ട് കുറെ ബാരിയേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ വ്യക്തിക്ക് ഈ ഗോളിലോട്ട് എത്തണം, അല്ലെ? അപ്പൊ അവൻ ചിന്തിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവന്റെ ആ ചുറ്റുമുള്ള കാര്യം അത് അവന്റെ മാനസിക ചുറ്റുപാടായിട്ടാണ് പറയുന്നത്, അല്ലെ? മാനസിക ചുറ്റുപാടായിട്ടാണ് പറയുന്നത്. അതിനെ ലൈഫ് സ്പേസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ടുള്ളത്. സോ കേർട്ട് ലെവിന്റെയാണ് ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്, ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ്. അപ്പൊ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ചുരുക്കി പറയാം കേട്ടോ, കാരണം നിങ്ങൾക്കറിയാലോ ഇത്രയും തിയറീസ് നമുക്ക് ഒരു വീഡിയോ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് എലികളെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. അതായത് എലികൾക്ക് വിശപ്പുണ്ട്, അപ്പൊ അവർക്ക് ഫുഡ് കിട്ടാനായിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഫുഡ് കിട്ടാനായിട്ട് അവർ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ച് അവർ പല സ്ഥലങ്ങളിലൂടെയൊക്കെ വഴുതെറ്റി ലാസ്റ്റ് ഭക്ഷണം കിട്ടി. അപ്പൊ റിവാർഡ് കിട്ടി, അല്ലെ? റിവാർഡ് കിട്ടിയപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രചോദനമായി. അവർ വീണ്ടും അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു ഡ്രൈവ്, അല്ലെ? ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ വിശപ്പ്, ദാഹം, അതൊക്കെ ഒരു ഡ്രൈവാണ്, ഉള്ളിൽ നിന്ന് വരുന്ന സംഭവം. അപ്പൊ ആ എലികളുടെ വിശപ്പ് മാറിയ സമയത്ത് എന്തായി? അവിടെ ലേണിംഗ് നടന്നു. ഹാബിറ്റ് സ്ട്രെങ്ത് എന്നുള്ളൊരു കാര്യം, ഹാബിറ്റ് സ്ട്രെങ്ത് അവിടെ സംഭവിച്ചു. അപ്പോൾ എലികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നെ തെറ്റായ മാർഗം സ്വീകരിക്കുന്ന വളരെ കുറഞ്ഞു. പെട്ടെന്ന് അത് ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്താനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ടീച്ചർ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഹാബിറ്റ് സ്ട്രെങ്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ടീച്ചർ അവിടെ ഒരുക്കി കൊടുക്കണം. കുട്ടി ഇപ്പൊ കറക്റ്റ് ആൻസർ പറയുന്ന സമയത്ത് റിവാർഡ് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡ്രൈവ് അവിടെ ക്രിയേറ്റ് ചെയ്യണം, അതായത് വിശപ്പുള്ളവരെ ശ്രമിക്കുള്ളൂ എന്ന് പറയില്ലേ? അപ്പൊ ആ ഒരു ഡ്രൈവ് അവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹള്ള് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഇവിടെ ഇൻകറക്റ്റ് പെയർ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ സൈക്കോളജിസ്റ്റ് ഹു എംഫസൈസസ് ദ റോൾ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ ലേണിംഗ് തിയറി. സോഷ്യൽ എൻവയോൺമെന്റ്, അല്ലെ? ലേവ് വൈഗോട്സ്കി ആണോ, എഡ്വാർഡ് തോണ്ടേക്ക് ആണോ, BF സ്കിന്നർ ആണോ, ഇവാൻ പാവ്ലോവ് ആണോ? എന്താണ് ക്വസ്റ്റ്യൻ? ദ സൈക്കോളജിസ്റ്റ് ഹു എംഫസൈസസ് ദ റോൾ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ് ഇൻ ലേണിംഗ് പ്രോസസ്. അപ്പൊ ആരാണ് ഇവിടെ സോഷ്യൽ എൻവയോൺമെന്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? BF സ്കിന്നർ ഒക്കെ നമ്മുടെ ബിഹേവിയറിസംകാരനാണ്. ഇവാൻ പാവ്ലോവും ബിഹേവിയറിസംകാരനാണ്. എഡ്വാർഡ് തോണ്ടേക്കും ആ ബിഹേവിയറിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ സോഷ്യൽ എൻവയോൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റാരും അല്ല, നമ്മുടെ ലേവ് വൈഗോട്സ്കി ആണ്. സോ ഞാൻ പറഞ്ഞില്ലേ, ലേവ് വൈഗോട്സ്കി ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വരും. കണ്ടീഷനിങ് തിയറി, ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, സെൽഫ് ആക്ച്വലൈസേഷൻ. വളരെ സിമ്പിൾ ആണ്. സോ ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീൻസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പോസിബിൾ ആണ്, അല്ലെ? ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം വെച്ച് ആദ്യം തുടങ്ങാം. ഇപ്പൊ കണ്ടീഷനിങ് തിയറി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് നമ്മുടെ BF സ്കിന്നറുടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാവ്ലോന്റെ ആയിരിക്കും, അല്ലെ? പാവ്ലോന്റെ ആണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്, BF സ്കിന്നറുടെ ആണെങ്കിൽ ഓപ്പറാൻഡ് കണ്ടീഷനിങ് തിയറിയാണ്. ഇവിടെ കണ്ടീഷനിങ് തിയറി എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ BF സ്കിന്നർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് A is related to 3 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാലോ. അപ്പൊ A is related to 3 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്തത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് B is related to 4. രണ്ടിലും B is related to 4 ആണ്. അതായത് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് റോബർട്ട് ഗാഗ്നന്റെ ആണ്. 8 ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്, അല്ലേ? നമ്മുടെ മറ്റേ സീതേ ചാടിവ, മരത്തിന്മേൽ കയറി പൂ പറിക്കാം എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ ഒരു അക്രോസ്റ്റിക്സ് ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈസി മെത്തേഡ്, അത് വെച്ച് പഠിച്ചാൽ മതി. സോ റോബർട്ട് ഗാഗ്നന്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, 8 ടൈപ്സ് ഓഫ് ലേണിംഗ്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതപ്പോൾ ക്ലിയർ ആയി. ഇനി C2 ആണോ C1 ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇൻസൈറ്റ് ലേണിംഗ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, കുഴപ്പമില്ല. പക്ഷെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്തായാലും നമ്മുടെ
കാൾ റോജേഴ്സിന്റെ ആണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ, ഒറിജിനൽ സെൽഫ്, ഐഡിയൽ സെൽഫ് എന്നൊക്കെ പറയുന്ന രണ്ട് സെൽഫ് അല്ലെ. അപ്പൊ അത് നമ്മുടെ കാൾ റോജേഴ്സിന്റെ ആണ്, ഹ്യൂമനിസ്റ്റ് ആണ് കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കാൾ റോജേഴ്സിന്റെ ആണ്. ഇപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എബ്രഹാം മാസ്ലോന്റെ ഏറ്റവും മുകളിലുള്ള സംഭവം അല്ലേ എന്നുള്ളത്. അത് എബ്രഹാം മാസ്ലോയും അതുപോലെ കാൾ റോജേഴ്സും രണ്ടുപേരും ഹ്യൂമനിസ്റ്റിൽ വിശ്വസിക്കുന്നവരാണ്, ഹ്യൂമനിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് അവിടെ സെൽഫിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത് നമ്മുടെ കാൾ റോജേഴ്സ് തന്നെയാണ്. പിന്നെ ഇവിടെ കൺഫ്യൂസ്ഡ് ആക്കാൻ എബ്രഹാം മാസ്ലോ എന്നുള്ള പേരേ ഇല്ല, അതുകൊണ്ട് അതിൽ നിങ്ങൾ ബോധേർഡ് ആവണ്ട. സോ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഇൻസൈറ്റ് ലേണിംഗ് ആണ്, ജസ്റ്റാൾട്ട് സൈക്കോളജി. ഇൻസൈറ്റ് ലേണിംഗ് മറ്റേ ചിമ്പാൻസിനെ വെച്ച് പഴക്കൊലയൊക്കെ വലിക്കുന്ന സംഭവം അല്ലേ, ചിമ്പാൻസിന്റെ ഒരു എക്സ്പെരിമെന്റ്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. സി ഏതാന്ന് പറഞ്ഞേ? സി ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് 1 ആണ്. സോ സി 1 ആണ്. അതുപോലെ D 2 ആണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: അക്കോർഡിംഗ് ടു മാസ്ലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ, അക്കോർഡിംഗ് ടു മാസ്ലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കറക്റ്റ് അല്ലാത്തതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ, കറക്റ്റ് അല്ലാത്തതാണ്. സോ വി ഹാവ് 4 ഓപ്ഷൻ. ഇറ്റ് ഈസ് ദ പെർസെപ്ഷൻ ദാറ്റ് മോട്ടിവേറ്റ്സ്, നോട്ട് ദ റിവാർഡ്സ്. Needs are hierarchically arranged. Lower needs take priority. Sex is a physiological need എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് മാസ്ലോന്റെ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ഒക്കെ നമുക്കറിയാം അല്ലേ. ഏറ്റവും താഴെ എന്ന് പറയുമ്പോൾ മറ്റേ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, പിന്നെ സേഫ്റ്റി നീഡ്സ് വരുന്നു, പിന്നെ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ് വരുന്നു, പിന്നെ സെൽഫ് എസ്റ്റീം നീഡ്സ് വരുന്നു, ആൻഡ് ഫൈനലി ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? നീഡ്സ് ആർ ഹൈറാർക്കിലി അറേഞ്ച്ഡ്, അത് കറക്റ്റ് അല്ലേ അല്ലെ? നീഡ്സ് ആർ ഹൈറാർക്കിലി അറേഞ്ച്ഡ് ഉള്ളത് കറക്റ്റ് ആണ്. സോ അതെന്തായാലും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരില്ല. പിന്നെ ലോവർ നീഡ്സ് ടേക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നുണ്ട്. ലോവർ നീഡ്സിന് പ്രയോറിറ്റി തന്നെ വേണം, കാരണം ആ ഒരു ലോവർ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാലാണ് അതിന്റെ തൊട്ട് മുകളിലുള്ള നീഡ്സിലോട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഹൈറാർക്കിയൽ തിയറി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതും എന്തായാലും വരില്ല എന്നറിയാം. പിന്നെ സെക്സ് ഈസ് എ ഫിസിയോളജിക്കൽ നീഡ്, അത് നമ്മുടെ ബേസിക് നീഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഇവിടെ കറക്റ്റ് ആയതുകൊണ്ട് ഇവിടെ നോട്ട് കറക്റ്റ് എന്നുള്ളതിൽ വരില്ല. അപ്പൊ ഏതാണ് നോട്ട് കറക്റ്റ്? ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഈസ് എ പെർസെപ്ഷൻ ദാറ്റ് മോട്ടിവേറ്റ്സ്, നോട്ട് ദ റിവാർഡ്സ് എന്നുള്ളത്. അതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെർസെപ്ഷൻ ദാറ്റ് മോട്ടിവേറ്റ്സ്, നോട്ട് ദ റിവാർഡ്സ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മുടെ മാസ്ലോന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: In Maslow's theory of hierarchical needs are in the order. നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എബ്രഹാം മാസ്ലോന്റെ ഈ ഒരു ഹൈറാർക്കിയൽ നീഡ് തിയറി അല്ലേ, ആ ഒരു തിയറി എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇൻ മാസ്ലോസ് തിയറി ഓഫ് ഹൈറാർക്കിയൽ നീഡ്സ് ആർ ഇൻ ദ ഓർഡർ: നീഡ് ഫോർ ഫുഡ്, ലവ്, ലേണിംഗ്, റെസ്പെക്ട്, സെക്യൂരിറ്റി. നീഡ് ഫോർ ഫുഡ്, ഫ്രണ്ട്, സ്റ്റെബിലിറ്റി, അക്കംപ്ലിഷ്മെന്റ്, സെൽഫ് ഫുൾഫിൽമെന്റ്. Sleep, freedom, association, respect, learning. Then sleep, approval, freedom, attention, morality. ഇതാണ് നമുക്ക് 4 ഓപ്ഷൻസ്. അപ്പോൾ ഇത് നമുക്ക് കാണുന്ന സമയത്ത് ഇപ്പം നമ്മൾ പഠിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്: ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, സെൽഫ് എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അവർ തിരിച്ചും മറിച്ചും, കാരണം അവർക്ക് ചോദിക്കാൻ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും അവർ തിരിച്ചും മറിച്ചും ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെ വീണാലും 4 കാലിൽ വീഴാന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ നീഡ് ഫോർ ഫുഡ്, ഫ്രണ്ട്, സ്റ്റെബിലിറ്റി, അക്കംപ്ലിഷ്മെന്റ്, സെൽഫ് ഫുൾഫിൽമെന്റ്, ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഞാൻ നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ ഒരു തിയറിനെ നമ്മളൊരു കല്യാണ വീട്ടിൽ പോകുന്ന പോലെ അതൊന്ന് ഓർത്താൽ മതി എന്നുള്ളത്. അത് നമ്മളൊരു കല്യാണത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് ഫുഡിനായിരിക്കില്ലേ? ഉറപ്പായിട്ടായിരിക്കും അല്ലേ. നമ്മൾ ആദ്യം പോകുന്ന സമയത്ത് ആദ്യം പോയത് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ അതാണ് നീഡ് ഫോർ ഫുഡ്. കണ്ടോ, ഫസ്റ്റത്തെ നമ്മുടെ നീഡ് എന്ന് പറയുന്നത് ഫുഡാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആദ്യം അതായിരിക്കും ചെയ്യുക. അതിന് ശേഷം നമ്മൾ സേഫ്റ്റി നോക്കും അല്ലേ. നീഡ് ഫോർ ഫുഡ് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ മനസ്സിലാക്കുക, നീഡ് ഫോർ ഫുഡ്, ആദ്യം നമ്മൾ ഫുഡ് കഴിക്കുന്നു, അതിനുശേഷം നമ്മൾ ഒരു ഫാന് കിട്ടിയാൽ മതി എന്നായിരിക്കും വിചാരിക്കുന്നത്. നേരെ നമ്മൾ പോയിരിക്കാൻ പോകുന്നത് ഒരു ഫാനിൻ്റെ ചോട്ടിലായിരിക്കും. അപ്പോൾ അതാണ് സേഫ്റ്റി നീഡ്, അടുത്ത സേഫ്റ്റി നീഡ്.
അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ കുശലം പറയുന്നത് അല്ലേ, അടുത്തുള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നു. സോ ഫ്രണ്ട് കിട്ടി അല്ലേ, ഫ്രണ്ട് കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് കുറ്റം പറയലായി, ഇങ്ങനെ നമ്മളെ കുറിച്ച് പൊങ്ങച്ചം പറയലായി. അതൊക്കെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സോ ലവ് ആൻഡ് ബിലോങ്ങിനെസ് നേടി കഴിഞ്ഞാൽ പിന്നെ സെൽഫ് എസ്റ്റീം ആണ്. സോ അതിലാണ് അക്കംപ്ലിഷ്മെൻറ്റ് വരുന്നത്. ദെൻ ഏറ്റവും അതെല്ലാം കഴിഞ്ഞാൽ അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ കല്യാണ വീട്ടിൽ നിന്നും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അതാണ് സെൽഫ് ഫുൾഫിൽമെൻറ്റ് അല്ലേ, തൃപ്തിയായി എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സാം ഹാളിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ടാണ്. ഇനി അടുത്തത് എഗെയിൻ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ലേണിംഗ് തിയറീസിൽ കൂടുതലും കണ്ടോ ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓരോ തിയറീസും ആരുടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ആരുടെയാണ്, ആൽബർട്ട് ബന്ദൂരൻ്റെയാണ് അല്ലേ, ആൽബർട്ട് ബന്ദൂരൻ്റെയാണ് നമ്മുടെ ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഒപ്പറൈൻ കണ്ടീഷനിങ് സ്കിന്നറുടെയാണ്. പിന്നെ ഹ്യൂമൻ മെയ്സ് ലേണിംഗ് ഉണ്ട്, ലാറ്റൻ ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻ മെയ്സ് ലേണിംഗ് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അത് നമ്മുടെ തോൺടേക്കിൻ്റെ ആണെന്നുള്ളത്. പിന്നെ ലാറ്റൻ ലേണിംഗ് ആണ് ആരുടെ, ടോൾമാൻ്റെ അല്ലേ, ടോൾമാൻ്റെ ലാറ്റൻ ലേണിംഗ് ആണ്. സോ എ ഈസ് റിലേറ്റഡ് ടു 2 എ റിലേറ്റഡ് ടു 2 അല്ലേ. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, ഒന്നില്ലെങ്കിൽ എ ആയിരിക്കാം അല്ലെങ്കിൽ ഡി ആയിരിക്കാം. അപ്പോൾ ഇവിടെ സീനെയും അതുപോലെ തന്നെ ബീനെയും നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ബി ഈസ് റിലേറ്റഡ് ടു 3 അല്ലേ, ബി ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡിനെയും കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രീത obeys her parents and teachers due to fear of punishment. According to Kohlberg's theory, she belongs to. അപ്പോൾ ഇത് നമ്മുടെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടോ, ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ പ്രീത obeys her parents and teachers due to the fear of punishment അല്ലേ, ഫിയർ ഓഫ് പണിഷ്മെൻറ്റ്, അതായത് പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത്, അവളുടെ അച്ഛനെയും അമ്മനെയും അവൾ അനുസരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കോൾബർഗിൻ്റെ തിയറിയിൽ ഏത് ലെവലാണ്, ഏത് മൊറാലിറ്റിയാണ്, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആണോ, കൺവെൻഷണൽ മൊറാലിറ്റി ആണോ, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ആണോ, ഓട്ടോണമസ് മൊറാലിറ്റി ആണോ. ഈ ഓട്ടോണമസ് മൊറാലിറ്റി എന്നുള്ളതില്ല, നമുക്ക് മെയിനായിട്ടും 3 ലെവൽസ് ആൻഡ് 6 സ്റ്റേജസ് അത് പഠിച്ചിരിക്കുക. 3 ലെവൽസ് അല്ലേ, 3 ലെവൽസും 6 സ്റ്റേജസും ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ഇൻ കോൾബർഗ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറി ദർ ആർ 3 സ്റ്റേജസ് ആൻഡ് 6 ലെവൽസ് ഒക്കെ പറയും. അപ്പോൾ നമ്മൾ ആ 3, 6 മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, പെട്ടെന്ന് നമ്മളത് കറക്റ്റ് ആൻസർ ആണെന്ന് പറയും. പക്ഷേ ശ്രദ്ധിക്കുക, 3 ലെവൽസ് ആൻഡ് 6 സ്റ്റേജസ് ആണ്. 3 ലെവൽസും 6 സ്റ്റേജസും ആണ്. 3 ലെവൽസ് ഏതൊക്കെയാണ്, പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവലാണ്. ആൻഡ് 6 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോന്നിനും വരുന്ന സ്റ്റേജസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായാലും വരുന്നത് നമ്മുടെ പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ എന്നുള്ളതുണ്ട്. അതായത് പ്രീ കൺവെൻഷനിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജാണ് പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. അതായത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മോറൽ ഡെവലപ്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ടായിരിക്കും അല്ലേ, പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ എ, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്നുള്ള ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. അതിന് മുമ്പേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റനും കൂടെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ സെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ അല്ല, കേട്ടിട്ടിനോ വെച്ച് ചോദിച്ചതാണ്, പക്ഷേ ഞാൻ റിലേറ്റഡ് ആയതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് കോൾബർഗ് മോറൽ ഡെവലപ്മെന്റ് ഡു ഇൻഡിവിജ്വൽസ് ബിലീവ് ദാറ്റ് ഫിക്സഡ് റൂൾസ് മസ്റ്റ് ബി ഒബേഡ് ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഓർഡർ. കണ്ടോ, ഫിക്സഡ് റൂൾസ്, അതായത് ഇവരുടെ മോറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ആ ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോൾ കുറേ ലോസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ, അതായത് നമുക്ക് കുറേ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് മാത്രമാണ് ശരി അല്ലേ. അതായത് കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കുന്നത് മാത്രമാണ് ശരി. അല്ലെങ്കിൽ ഇപ്പോൾ മോഷ്ടിച്ചു, നമ്മൾ ഹെയ്ൻസിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഹെയ്ൻസ് മരുന്ന് മോഷ്ടിക്കുന്നു, പക്ഷേ ഹെയ്ൻസിൻ്റെ വൈഫിൻ്റെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ടാണ് മരുന്ന് മോഷ്ടിച്ചത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു കഥയൊക്കെ. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മുടെ ഈ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെയ്ൻസിൻ്റെ വൈഫിന് അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനും അവർ ഫിനാൻഷ്യലി അത്രയും മോശമായതുകൊണ്ടാണ് ഹെയ്ൻസ് എന്ത് ചെയ്തത്, മരുന്ന് മോഷ്ടിച്ചത്. പക്ഷേ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രീ കൺവെൻഷൻ ലെവലിൽ വരുന്നവർ പറയുവാണെങ്കിൽ അവരെന്താ, പണിഷ്മെൻറ്റിനെ അവർ പേടിക്കുന്നുണ്ട്.
അപ്പോൾ അവർ പറയും ഹെയ്ൻസ് ചെയ്തത് തെറ്റാണെന്ന് പറയും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ലെവലാണ്. ആ കൺവെൻഷണൽ ലെവലിലും എന്താ, അവിടെ ലോസ് ആൻഡ് ഓർഡർ, അതായത് കുറേ നിയമങ്ങളുണ്ട്, ആ നിയമത്തിന് എതിരായിട്ടുള്ള എല്ലാം തെറ്റാണെന്നാണ് അവർ പറയുന്നത്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ദാറ്റ് ഫിക്സഡ് റൂൾസ് മസ്റ്റ് ബി ഒബേഡ് ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഓർഡർ എന്ന് പറയുമ്പോൾ അത് ഏതിൽ വരുന്നതാണ്, നമ്മുടെ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ ആണ്. കൺവെൻഷണൽ ലെവലിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെയാണ് നമ്മുടെ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. അപ്പോൾ അതിലാണ് നമ്മുടെ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളൊക്കെ. അതായത് നമ്മുടെ എത്തിക്സിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയ രീതിയിൽ അവർക്ക് നീതിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ചെറിയ രീതിയിൽ ലോസിലൊക്കെ മാറ്റം വരുത്താന്നുള്ള രീതിയിലാണ് അവിടെ നമ്മുടെ പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ പറയുന്നത്. സോ മനസ്സിലാക്കാം, നമുക്ക് മൊത്തം 3 ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ലെവലിൽ ഒന്ന് അവോയ്ഡിങ് പണിഷ്മെൻറ്റ് എന്നുള്ളൊരു സ്റ്റേജും അതുപോലെ തന്നെ എയിമിങ് അറ്റ് എ റിവാർഡ് എന്നുള്ളൊരു സ്റ്റേജാണ് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. കേട്ടോ, ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ അതാണ് എയിമിങ് അറ്റ് റിവാർഡ് എന്ന് പറയുന്നത്. പിന്നെ കൺവെൻഷണൽ ലെവലിൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ, അതായത് ആ ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ പിയേഴ്സ് എന്താണോ പറയുന്നത്, ഇപ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസും പറയുകയാണ് ഇപ്പോൾ ഹെയ്ൻസ് ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞാൽ അവർ ശരിയെന്ന് പറയും, പക്ഷേ ഹെയ്ൻസ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ തെറ്റെന്ന് പറയും. ആ ഒരു കാറ്റഗറിയിലാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ വരുന്നത്. പിന്നെ ലോയാലിറ്റി ടു ലോ ആൻഡ് ഓർഡർ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ലോയ്ക്ക് അനുസരിച്ച് മാത്രം ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ പോസ്റ്റ് കൺവെൻഷണൽ ലെവലിലാണ് ജസ്റ്റിസ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോവും യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലേണിംഗ് തിയറീസ് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തത്. അപ്പോൾ അത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി അടുത്ത എന്തെങ്കിലും ടോപ്പിക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, നമ്മുടെ സെറ്റിൻ്റെ 15 ഡേയ്സിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത ബൂസ്റ്റർ ബാച്ചാണ്, ടർബോ ബൂസ്റ്റർ ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു ദിവസം 3 മണിക്കൂർ ലൈവ് സെഷൻസ് ആണ് കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ ഈ ഒരു 15 ദിവസം കൊണ്ട് 45 മണിക്കൂർ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ 15 മോഡൽ എക്സാം, ഒരു ദിവസം ഓരോ എക്സാം എന്നുള്ള രീതിയിൽ 15 മോഡൽ എക്സാംസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡെയിലി വർക്കൗട്ട് കിട്ടുന്നുണ്ട്, PYQ ഡിസ്കഷൻസ് ഉണ്ട്, ഡെയിലി റിവിഷൻ ആൻഡ് എക്സാംസ് ഉണ്ട്, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പും കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളി ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9746455514 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഇനി എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.